ഏപ്രിൽ 1-ാം തീയതിയാണ് എൻ്റെ മകൻ ആഷിഖ് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വൈകിട്ട് 3:17 പോളണ്ടിൽ നിന്നും അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായ ചന്ദ്രു സാറിനെ വിളിക്കുന്നത്. ആ സമയത്തിന് എന്നോട് പറയുന്നത് ആഷിഖ് നിലയിൽ ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, നേരം തേറ്റില്ല, ആഷിഖ് സ്നേഹം ഓർന്നുകൊണ്ടപ്പോൾ എനിക്ക് ഓൾറെഡി വിശ്വസിക്കാൻ പറ്റിയതൊരു കാര്യമുണ്ട്. ഞാൻ നേരെ അവൻ്റെ കൂട്ടുകാരന്മാരെ വിളിച്ചത്. എന്നെ കൊണ്ടുപോയ പയ്യനും വീടിനടുത്തുള്ള പയ്യനെയും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവന് തലേദിവസം ഇതുപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായി, ചെറിയ ശ്വാസതടസ്സം കാണിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി, നേരം വെളുത്ത് ആഷിഖ് കയറ്റിയിട്ടില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞു. പിന്നെ എൻ്റെ മകനെ കുറിച്ച് എനിക്ക് വിവരം കിട്ടുന്നത് അവിടുന്ന് ട്രാൻസ്പോർട്ടേഷനായിട്ടുള്ള ഒപ്പീസ് ഫ്യൂണൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് എനിക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തത്. ആഷിഖിൻ്റെ അച്ഛനല്ലേ, ഡോക്യുമെൻറ്റ്സ് വേണം, നിങ്ങളാണ് എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. എൻ്റെ കാരണം പറഞ്ഞത് ആരും പ്രോസിക്യൂട്ടർ പറഞ്ഞ ആരും ഇതിൽ ഇൻവോൾവഡല്ല, അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യില്ല എന്ന് പറഞ്ഞു. മരണകാരണം കോഴ്സ് ഓഫ് ഡെത്ത് അൺനോൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിവിടെ അന്തിക്കാട് സ്റ്റേഷനിൽ CISI അവരുടെ പെർമിഷനും കളക്ടറുടെ എ ഡി എമ്മിന് പോയി കാണലും SP ഓഫീസിൽ പോലും അവിടെ നിന്നൊരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിക്കാട് CI അവിടുത്തെ പോലീസുകാരും തഹസിൽദാർ നേതൃത്വത്തിൽ 12-ാം തീയതി ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത്. അന്ന് വൈകിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ CIനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞത് നോർമൽ ഡെത്തല്ല, അവന് തലയ്ക്ക് നല്ല അഡ്വഞ്ചറാണെന്ന് പറഞ്ഞു. 3-ാം തീയതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. മെയ് 5-ാം തീയതി ഞാൻ ഫസ്റ്റ് മെയിൽ അയച്ചു എംബസിക്ക്. പിറ്റേൻ്റെ 6-ാം തീയതിക്ക് ആയിട്ട് നോർക്കൊക്കെ അയച്ചു. 8-ാം തീയതി തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ വഴിക്ക് സെൻട്രൽ മിനിസ്റ്റർ ഓഫ് അഫയേഴ്സിന് വി മുരളി സാറിന് മെയിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. മുകുന്ദൻ സാർ വഴിക്ക് MLA മുകുന്ദൻ സാർ വഴിക്ക് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. എന്നിട്ട് നമുക്കൊരു റെസ്പോൺസ് കിട്ടാണ്ടായപ്പോഴാണ് ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു ആക്റ്റീവായി നമ്മുടെ ഈ ജസ്റ്റിസ് ഫോർ ആഷിഖ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് ചെറിയൊരു സെൻസേഷനായതിൻ്റെ പിന്നാലെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പേപ്പറിലും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഇടയിലാണ് അവരെ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് അവിടെ വേറൊരു ഉക്രൈൻസായിട്ട് ചെറിയൊരു വിഷയം ഉണ്ടായി. അതിൻ്റെ പേരിൽ വണ്ടി തട്ടിയതിൻ്റെ പേരിൽ ചെറിയൊരു അടിക്കുണ്ടായെന്ന് പറയണം. പക്ഷെ എൻ്റെ മകനെ അടി കിട്ടിയതൊന്നും അവർ ആരും കണ്ടവരില്ല. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഞങ്ങൾക്ക് എൻ്റെ ഓർമ്മകൾ കിട്ടാനായിട്ട് ഇടയ്ക്ക് വിളിക്കും. അവൻ്റെ പെട്ടിങ്ങെല്ലാം കാണിക്കാനായിട്ട് വിളിച്ച സമയത്ത് അവൻ അന്നിട്ട ടീഷർട്ട് വരെ ബാഗിൽ കാണാനില്ല. അപ്പോൾ ഈ പറയുന്ന കൂട്ടുകാരന്മാർക്ക് ഇതിൻ്റെ വ്യക്തമായിട്ട് എന്തോ പങ്കുണ്ട്. ഒന്നുമില്ല, അവർക്കറിയാം എന്താണ് എൻ്റെ മകനെ പറ്റിയിട്ടുള്ളതെന്ന്. അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യായിരുന്നു. പതുക്കെല്ലാം മരണമല്ല അവന് സംഭവിച്ചു. രക്ഷപ്പെടുത്തായിരുന്നു അവരത് ചെയ്തില്ല. ഒരുമിച്ചായിരുന്നല്ലോ. അവനത് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കില്ലേ. അവരെന്തുകൊണ്ട് അത് അന്വേഷിക്കണില്ല? അപ്പം ഞങ്ങളവർ കുറ്റക്കാരായെന്ന് അവർ പറയണം. കുറ്റക്കാർ തന്നെയാണല്ലോ, അവരാണത് മറച്ചു വെച്ചത്. പിറ്റേ ദിവസം അവർക്ക് പറയാറുന്നില്ല ഇങ്ങനെ ഒരു പോലീസുകാർ വിളിച്ചപ്പോൾ ഇൻസിഡൻറ്റ് ഉണ്ടാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ CCTVയും കാര്യങ്ങളുണ്ട്. അവിടെ FIR ഇട്ട് അവർ കേസ് രജിസ്ട്രേഷൻ ചെയ്ത് നടത്തി, അല്ലെങ്കിൽ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആൾക്കാരെ പിടിക്കാറുന്നില്ലേ ഇവർക്ക് അറിയുന്നുണ്ടെങ്കിൽ. അപ്പം അവരെല്ലാം കുറ്റവാളി രക്ഷപ്പെടുത്തിയത്. അറിയേണ്ടത് എൻ്റെ മകന് എന്ത് സംഭവിച്ചു, അതിൻ്റെ കാര്യങ്ങൾ അറിയണവരെ ഞാനത് പോരാടിക്കൊണ്ടിരിക്കാനുള്ള തീരുമാനത്തിലാണ്. കാര്യം എനിക്കിതറിയണമല്ലോ. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അവൻ്റെ ജീവിതവും അവൻ്റെ ലൈഫ് സ്റ്റൈലും. അതില്ലാതാക്കിയവരെ എന്തായാലും നമുക്കറിയണ്ടേ. ഇപ്പോൾ പറയില്ല, ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പോയി കിടക്കുക. പക്ഷേ ഞാൻ പോയോട് കൂടിയിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോയി. അവൻ്റെ ഒരു ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. 22 വയസ്സിൽ കയറ്റി വിട്ട് 23 വയസ്സ് ഒരു കൊല്ലവും 1 മാസം അവിടെ നിന്നു. പല ജോലികളായിട്ട് അവൻ ചെയ്തു. ലാസ്റ്റ് ഫുഡ് ഡെലിവറി ജോലിയായിരുന്നു. അതിൻ്റെ ഇടയിലാണത് സംഭവിച്ചിട്ടുള്ളത്. അപ്പം എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. ആരാണത് ചെയ്തതും ചെയ്തത് ഞങ്ങളോട് മറച്ചു വെച്ച ആൾക്കാരുണ്ട്. അവർക്ക് പോളണ്ട് ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള എന്താണോ ശിക്ഷ, ആ ശിക്ഷ അവർക്ക് കിട്ടണം. കാരണം ഞങ്ങളുടെ മകന് നീതി കിട്ടുന്നത് വരെ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ജസ്റ്റിസ് ഫോർ ആഷിഖ്. 2024 ഏപ്രിൽ 1-ാം തീയതി രാവിലെ പോളണ്ടിലെ മലയാളികൾ കണ്ണ് തുറക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത കേട്ടിട്ടാണ്. ആഷിഖ് എന്നു പേരുള്ള 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പോളണ്ടിൽ മരണപ്പെട്ടു. ആദ്യം കേട്ട വാർത്തകൾ അനുസരിച്ച് തലേദിവസം രാത്രിയിൽ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലെല്ലാം സംസാരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന ആഷിഖ് പിറ്റേ ദിവസം രാവിലെ എണീറ്റില്ല എന്നുള്ളൊരു വാർത്തയാണ് നമ്മളെല്ലാവരും ആദ്യം കേട്ടത്.
അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആഷിഖിൻ്റെ ബോഡി നാട്ടിലേക്ക് അയക്കുന്നു. ഇന്ത്യൻ എംബസി ത്രൂ നാട്ടിൽ ചെല്ലുന്നു. അത് കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞിട്ട് ആഷിഖിൻ്റെ അച്ഛൻ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. കാരണം ഈ ബോഡി പോളണ്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിലൊരു കൺഫ്യൂഷൻ തോന്നിയിട്ടാണ് ആഷിഖിൻ്റെ ബോഡി ആഷിഖിൻ്റെ അച്ഛൻ പോസ്റ്റ്മോർട്ടം നാട്ടിൽ സ്പെഷ്യൽ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അയക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ആഷിഖിൻ്റെ ഒരു നാച്ചുറൽ ഡെത്ത് അല്ലായിരുന്നു, അതൊരു അൺനാച്ചുറൽ ഡെത്ത് ആയിരുന്നു എന്നുള്ളത്. തലക്കേറ്റ ക്ഷതമായിരുന്നു മരണകാരണമെന്ന് നാട്ടിൽ നിന്ന് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് എല്ലാവരും അറിയുന്നത്. ഇതിനുശേഷം ആഷിഖിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഷിഖിൻ്റെ അച്ഛൻ ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആഷിഖിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പം ഒരുപാട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കിട്ടുന്നത്. ആദ്യം ആഷിഖിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സ്വന്തം മകൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു അച്ഛൻ അതിന് വേണ്ടിയിട്ട് പിന്നെ തുനിഞ്ഞ് മുമ്പോട്ട് ഇറങ്ങിയാണ്. അങ്ങനെ ഒരു പോയിന്റിൽ ജസ്റ്റിസ് ഫോർ ആഷിഖ് എന്ന പേരിലൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സ്റ്റാർട്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോളണ്ടിൽ നടന്ന ഒരു കാര്യം എന്ന നിലയിലും പോളണ്ട് ടോക്സും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും നമ്മൾ കേട്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ ഫ്രണ്ട്സിനോട് സംസാരിച്ച് നമ്മളായിട്ട് കേട്ട കാര്യങ്ങളും നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കൂടെ കേരള അസോസിയേഷൻ ഓഫ് പോളണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ചന്തുചേട്ടനുണ്ട്. ചന്തുചേട്ടനാണ് ഈ കാര്യം ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ ഡേ 1 തൊട്ട് എല്ലാ കാര്യത്തിനും അതുപോലെ ഓരോ പേപ്പർ വർക്ക്സിനും പോലീസ് സ്റ്റേഷനിലും എംബസിയിലും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ആഷിഖിൻ്റെ അച്ഛനുമായിട്ട് ഡേ 1 തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും ആളുടെ കൂടെ നിന്ന് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതും കേരള അസോസിയേഷൻ്റെ പേരിൽ ചെയ്യുന്നതും ചന്തുചേട്ടനാണ്. അപ്പോൾ ചന്തുചേട്ടനും നമ്മുടെ കൂടെയുണ്ട്. ചന്തുചേട്ടാ, വെൽക്കം ടു പോഡ്കാസ്റ്റ്. ഒരു ടൈം ലൈൻ പറയുകയാണെങ്കിൽ ഇപ്പം ഏപ്രിൽ 1-ാം തീയതി 2024 ഏപ്രിൽ 1-ാം തീയതി ആഷിഖ് മരിക്കുന്നു. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞേ ബോഡി നാട്ടിലേക്ക് പോകുന്നത്? 12 ദിവസം കഴിഞ്ഞിട്ട്. അത് മരിച്ച സമയത്ത് രാവിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യമായ ഓർമ്മ എൻ്റെ ഓർമ്മ പറഞ്ഞിങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അച്ഛനെ ഒന്ന് വിളിച്ചറിയിക്കുക. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ചേട്ടാ, രാവിലെ ബീച്ചിലെ രാത്രി ഒന്ന് കടന്നാണ് പാർട്ടി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഒരു അസംഷൻ മാത്രമാണ്. ബിക്കോസ് ഒരാൾ ഉറക്കത്ത് നീച്ചില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, അസംഷൻ. പക്ഷെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആഷിഖിന്റെ ഫാദറിനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, സൺ ഇസ് നോ മോർ. പക്ഷെ അത് പുള്ളി അത് കേട്ടു. എനിക്ക് തോന്നുന്നു പുള്ളി ഏപ്രിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഏപ്രിൽ ഫൂളിന്റെ വല്ല പ്രാങ്ക് ആയിരിക്കാം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ചോദിച്ചു എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് അറിവ്, ഞാൻ ഇന്ന ആളാണ്, അസോസിയേഷന്റെ ഭാഗത്തു നിന്നാണ് വിളിക്കുന്നത്, ഇതാണ് അറിവ്, ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് അറിയിച്ചു, എംബസിനെ അറിയിച്ചു ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് ഇതാണ് പാരന്റിന്റെ നമ്പർ, കാര്യങ്ങൾ. ബിക്കോസ് യൂഷ്വൽ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അസോസിയേഷൻ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ ഫാമിലി അറിയിക്കും. 2 അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് എംബസി അറിയിക്കും, അവരെ കണക്ട് ചെയ്ത് കൊടുക്കും. ബിക്കോസ് ആ പ്രൊസീജിയർ പോകുന്നത് ഇവിടെ നമുക്ക് ലീഗലി ആ ഒരു ബോഡിയുടെ മുകളിൽ റൈറ്റ്സ് ഇല്ല. പക്ഷെ ഇന്ത്യൻ എംബസിക്ക് ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് അവർക്കാണ് ആ ബോഡി ഹാൻഡ് ഓവർ ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാനോ ഇതുള്ളത്. അൺലെസ് ദർ ഇസ് എ റിലേറ്റീവ് അല്ലെങ്കിൽ വല്ല പവർ ഓഫ് ഗാർഡിയൻ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. ഇതില്ലാത്ത പക്ഷം എംബസി ആണ് അത് ഏറ്റെടുക്കേണ്ടത്. എംബസി കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് ഓബ്വിയസ്ലി ചോദിക്കും, അതായത് ഇവിടെ ഇത്ര രൂപയാണ് ഈ ബോഡി പുറത്തയക്കാനുള്ളത്, അതിന് ഇത് എങ്ങനെയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഓബ്വിയസ്ലി ഈ കാര്യത്തിലും നമ്മൾ ഇതിന് മുന്നേ അയച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഫാമിലിക്ക് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് എടുക്കാം, ഇതാണ് പ്രൊസീജിയർ ഉള്ളത്. അതിന് അവർക്ക് ആ മെയിലും അയച്ചു കൊടുത്തു. ഇന്ന മെയില് നിങ്ങൾ നിങ്ങളുടെ മെയിൽ അയക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഡീറ്റെയിൽസും വെച്ച് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ അയച്ചു. എംബസിയിൽ പ്രോസസ് ചെയ്തു, ബോഡി എംബസിക്ക് ഹാൻഡ് ഓവർ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ. അവിടെ നിന്നാണ് അവർ NOC കൊടുക്കുന്നത്, നോട്ടീസ് ലെറ്റർ കൊടുക്കുന്നത് ടു ഫ്ലൈ ഔട്ട്. ഈ പറഞ്ഞ ഈ ബോഡി കൊണ്ടുപോകുന്ന കമ്പനീസ് ഉണ്ട് അവർക്ക് കൊടുക്കുന്നത്, അവരാണ് അത് കൊണ്ടുപോയത് ഇന്ത്യയിലേക്ക്. അവരാണ് ആഷിഖിന്റെ പാരന്റ്സിനെ അറിയിച്ചത് ഈ പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഇവിടെ ചെയ്തിട്ടില്ല. അവരെടുത്താണ് ഫുൾ ഡോക്യുമെന്റേഷൻ ഉള്ളത്. അവർക്കും അത് സർപ്രൈസിംഗ് ആയിരുന്നു എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം. അതാണ് ഇതിന്റെ ഫസ്റ്റ് കൺഫ്യൂസിംഗ് പാർട്ട്. ഇവിടെ ഇങ്ങനെ ഒരു അൺനാച്ചുറൽ ഡെത്ത് നടന്നു, അത് കഴിഞ്ഞിട്ട് ആ ബോഡി നാട്ടിലേക്ക് അയക്കുന്ന സമയത്ത് എങ്ങനെ എംബസിയിൽ നിന്ന് NOC കിട്ടി, എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ NOC കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ പറഞ്ഞ അൺനാച്ചുറൽ എന്നുള്ള വാക്കാണ് ഇമ്പോർട്ടൻറ്റ്. അവർക്കത് നാച്ചുറലായിട്ട് തോന്നിയത് അവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ മറ്റേ ആ ഒരു വർത്തമാനത്തിൽ നിന്നും അവിടെ ബാക്കി ചുറ്റുപാട് കാണുമല്ലോ. ആ ഒരു സ്ഥലത്ത് പോയി ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ they would have thought yes. പക്ഷെ എന്നാൽ പോലും നാച്ചുറൽ ഡെത്ത് ആണെങ്കിലും കോസ് ഓഫ് ഡെത്ത് കാണണല്ലോ, എന്താണ് മരിക്കാനുള്ള കാരണം. ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. ഒരാളല്ലോ 23 വയസ്സുള്ളൊരു പയ്യനല്ലേ മരിച്ചേക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേട്ടാ, അവരുടെ ഇവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവര് ചെക്ക് ചെയ്തിട്ടില്ല, അവര് ബോഡി ചെക്ക് ചെയ്തിട്ടില്ല,
റീസൺ ഫോർ ഡെത്ത് അൺനോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ഈ ഒരു റിപ്പോർട്ട് ഓൾറെഡി എംബസിക്ക് കൊടുത്തിട്ടുണ്ടാവുന്നുണ്ടോ? ഉണ്ടാവും. അപ്പൊ എംബസി ഇത് വായിച്ചു കഴിയുമ്പോൾ ചോദിക്കത്തില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ചെക്ക് ചെയ്തിട്ടില്ല? അത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? അത് ആസ് ഫാർ ഇപ്പൊ നമ്മളാണെങ്കിൽ നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടില്ല എന്നുള്ളത്. ആ. സോ ഒബ്വിയസ്ലി എംബസിന് എന്തെന്നാ ചോദ്യം പോകേണ്ടതാണ്. അപ്പൊ അതിനൊപ്പം തന്നെ ഇവര് നമ്മുടെ നാട്ടിലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 5 മുറിവുകളുണ്ടെന്ന്, കാണുന്ന തരത്തിലുള്ള 5 മുറിവുകളുണ്ടെന്ന് പറയും. അപ്പം ഈ ഒരു ഇൻസിഡന്റ് നടന്ന് അവിടെയുള്ള പോലീസ് ചെക്ക് ചെയ്തിട്ടുണ്ട്, ആംബുലൻസ് വന്നപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരാരും ഈ ഒരു പരിക്കുകളോ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത് അവരങ്ങ് കണ്ടില്ല എന്ന് പറയുന്നത്? അപ്പൊ അവര് ഒരു ബോഡി അവരുടെ അടുത്ത് കിട്ടി, ആ ആംബുലൻസിൽ ഒരു കാര്യവും ചെക്ക് ചെയ്തിട്ടില്ലെന്നല്ല അതിന്റെ അർത്ഥം. ഇതിനുള്ളിൽ പിന്നെ ഈ പിള്ളേർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റുമോ? ശരിക്കും ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരിക്കലും ഇല്ല. ഇവിടെ അങ്ങനെ ഇൻഫ്ലുവൻസ് പിള്ളേർക്ക് ഒരിക്കലും ഇപ്പൊ പ്രോസിക്യൂട്ടറോ അല്ലെങ്കിൽ ഈ പോലീസുകാരോട് പറയാൻ പറ്റില്ല നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അയച്ചോളൂ, അങ്ങനത്തെ ഒന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അന്ന് ആ ഒരു ഫസ്റ്റ് തിങ് ഈസ്റ്റർ ടൈം പലരും ഹോളിഡേ ആയിരിക്കും. എസ്പെഷ്യലി ഈ കൺട്രിയിൽ കുറെ ഹോളിഡേ ഉള്ളതുകൊണ്ട് അവർ അത് ലൂസാക്കി വിട്ടിട്ടുണ്ടാവും. അവരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണെങ്കിൽ എത്ര ഡിബേറ്റ് ചെയ്താലും കാര്യമില്ല. ഇറ്റ്സ് ദേ മിസ്റ്റേക്ക്. പ്രോസിക്യൂട്ടർ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. നോ മാറ്റർ ബോട്ട്. ഇപ്പോൾ അവിടെ എവിഡന്റ്ലി ആൾക്കാർ കണ്ടിപ്പോൾ ഒരു ആക്സിഡന്റ്, കാർ ആക്സിഡന്റ് ആണ്, മുന്നിൽ വെച്ചാണ് ഇടിച്ച് പോകുന്നത് എന്നുണ്ടെങ്കിൽ പോലും, സാക്ഷികൾ ഉണ്ടെങ്കിൽ പോലും ആ ബോഡി സ്റ്റിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യും. ആ യൂഷ്വലി നടക്കല്. എന്നിട്ട് പോലും ഇതിൽ ചെയ്യാതിരുന്നത് അത് വീഴ്ച തന്നെയാണ്. അതിലൊന്നും ഒരു ജസ്റ്റിഫിക്കേഷൻ ഇതിൽ വരാനില്ല. ഇനി കുട്ടികൾക്ക് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനത്തെ പിന്നെ അവര് വന്നിട്ട് 3-4 മാസമൊക്കെ ആയിട്ടുള്ളൂ മാക്സിമം എല്ലാവരും ഇവിടെ കോളേജിൽ വന്നിട്ട്. 30 വർഷമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യമില്ല, ആ ഒരു വിഷയം വരുന്നില്ല. പക്ഷെ ഇതില് ഈ പറഞ്ഞ പോലെ ചെയ്യാതിരുന്ന അവരുടെ വീഴ്ച. അത് കഴിഞ്ഞ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എംബസി അത് കണ്ട് ചോദിക്കാത്തത് എന്താന്നുള്ളത് എംബസിയോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ബോഡി നാട്ടിലെത്തി. ഞാൻ ഈ പറഞ്ഞ അയക്കുന്ന കമ്പനി ആണ് അറിയിച്ചതല്ല ആഷിഖിന്റെ ഫാദറിന്. അത് കഴിഞ്ഞപ്പോഴാണ് ആഷിഖിന്റെ ഫാദറിനെ റിക്വസ്റ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചിട്ട് ഈ കാര്യം അറിയുന്നത്. അന്ന് അത് അറിഞ്ഞതിന് ശേഷം പുള്ളി കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. സോ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് NOC തന്ന എംബസിയാണ്. സോ എംബസിക്ക് നിങ്ങൾ മെയിൽ അയക്കണം. യു ഗേവ് ദ നോമിനേഷൻ സർട്ടിഫിക്കറ്റ്. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതുകൊണ്ട് ഇന്ത്യയിൽ വന്ന് ചെയ്തപ്പോൾ ഇതുണ്ട്. സോ അത് എന്തുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം? ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ നാച്ചുറൽ ഡെത്ത്. ഇത് ശരിക്കും ഒരു എന്താ പറയുക മർഡർ ആണ് ലിറ്ററലി. അപ്പൊ വീണിട്ട് തല ആയതാണെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ അറിയായിരുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഇവരാരും തല്ലണമെന്നില്ല. പക്ഷെ ഇപ്പം കുട്ടികൾ പറഞ്ഞ കഥ എന്താ, അവിടെ കൂടുന്നതെന്ന് പറഞ്ഞത് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, രാവിലെ കാറിന്റെ ഇഷ്യൂ. പിന്നെ അതാണ് വേറെ പ്രശ്നമായി. കാരണം ഇത് ഈ നാട്ടിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ ഈ കുട്ടികൾ പറഞ്ഞിരുന്ന കഥയും അവര് നടന്നു എന്ന് പറഞ്ഞ ഇൻസിഡന്റും അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. അവർ പറയുന്ന ആ ഒരു കുറെ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്തു നാട്ടിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ. ആ ഒരു കാര്യത്തിലാണ് ഇവരെ എല്ലാരും സംശയത്തിന്റെ മുമ്പിൽ നിർത്തുന്നത്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം വരുന്നതിന് മുന്നേ ഇവർ ഈ കാര്യം തന്നെ ഇപ്പൊ ആ ഒരു 12 ദിവസം ഇവിടെ ഉള്ളപ്പോൾ ബോഡി എത്തുന്നതിന് മുന്നേ ഉള്ളപ്പോഴും എത്ര കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് തന്നെ ഈ ഒരു സിറ്റുവേഷൻ മാറിയാണ്. അപ്പൊ അത് കഴിഞ്ഞ് പറയുമ്പോൾ ആൾക്കാർ ഒബ്വിയസ്ലി പറയും സംശയത്തിന്റെ ഒരു രീതി ആ രീതിയാണല്ലോ. നമുക്ക് എപ്പോഴും ഒരു ഹയർ സൈഡിൽ സംശയിക്കാനുള്ള കാരണങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ടാവാം. ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഇവർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാര്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മരണം നടക്കുന്നു, അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും ആരും അറിയണ്ട, ജസ്റ്റ് ഫിറ്റ്സ് വന്നു അങ്ങനെ എന്തോ അല്ല പറയുന്നത്. തലേദിവസം കിടന്നു, രാവിലെ എണീറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അത് കഴിഞ്ഞാൽ ബോഡി നാട്ടിലെത്തുന്നു, നാട്ടിലെത്തി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം വേറെയാണെന്ന് പറയുമ്പോഴാണ് ഇവര് പിന്നെ പല പല റീസൺസ് പറഞ്ഞു തുടങ്ങിയത്. അത് ഈ 6 ആൾക്കാരുടെ 7 ആൾക്കാരുടെ കഥയും ആ ആഷിഖിന്റെ ഫാദറിന്റെ അടുത്ത് പറയുമ്പോൾ മാറിയലാണ് പുള്ളിക്കും ആ ഡൗട്ട്സ് വന്നു തുടങ്ങിയത്. കുറെ പേര് കുറുക്കം വലിച്ച് ഉറങ്ങുന്ന കണ്ടു എന്ന് പറയുന്നുണ്ട്. ടൈം ഓഫ് ഡെത്ത് വെച്ച് നോക്കുമ്പോൾ ആ സമയത്ത് ഓൾറെഡി മരണപ്പെട്ടിരുന്നു. പിന്നെ എവിടെയാ കുറുക്കം വെച്ച് കിടന്നുറങ്ങുന്ന കാര്യങ്ങളില്ല. ഇതിന്റെ ഇടയിലെല്ലാം ഒരു തലയ്ക്ക് തല്ലുകൊണ്ട് പൊട്ടിയ ഒരാളുടെ കഥ അവിടെ വന്നിരുന്നില്ല ആ ദിവസങ്ങളിൽ. അതിന് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച സമയത്താണ് ലിബിൻ ഇവിടെ ആ ഫ്രണ്ട്സ് ഒരു കുറച്ച് പേരെ 4-5 പേരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ആയിട്ടാണ് വിളിച്ച് സംസാരിച്ചത്. അപ്പൊ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്ന വേർഷൻ ഇപ്പൊ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. ചിലർ പറയുന്നു, ചില പറഞ്ഞ പോലെ അത് ആ പോയിന്റ്സ്. അതുപോലെ തന്നെ വേറെ ഫുഡ് വൈകിട്ട് ആഹാരം കഴിച്ചിട്ട് കിടന്നു എന്ന് പറയുന്നു, ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു, അടി കിട്ടിയ കാര്യം പറഞ്ഞു എന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഇവർ ഈ ഓരോരുത്തരും പറയുന്ന വേർഷൻസ് തന്നെ കോൺട്രഡിക്ഷൻ. ഒരു പക്ഷെ അവർ ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഈ പോസ്റ്റ്മോർട്ടം ചെയ്തേനെ അവർ. ഇത് അവർ പറയാത്തതുണ്ട്. പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് അവർക്ക് അറിയത്തില്ല. ഇവർ എന്തുമാത്രം ഒരു ക്രിമിനൽ കുറ്റമാണ്, ഇവർ നിരപരാധികളാണെങ്കിൽ അറിയത്തില്ല എന്ന് പറയുന്നതിൽ അത്ര കാര്യമുണ്ടല്ലോ ഇവനെ. കാരണം കൂടെ ഉള്ള ഒരാളാണ് മരിച്ചു കിടക്കുന്നത്. അപ്പൊ അതിലും അപ്പുറത്തോട് സീരിയസ്നെസ് അത് തന്നെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു റൂമിലാണ് അല്ലെ, ഇതേപോലെ ഉക്രൈൻ പ്രശ്നമായി,
അബിത്തിന്റെ ഫ്രണ്ടിനെ അവർ അടിച്ചു കൊന്നു. ആ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് രാവിലെ ഒന്ന് ചോദിക്കുമ്പോ ഇവരാണ് തല്ലി കൊന്നെന്ന് പറയോ? ബിക്കോസ് യു വിൽ തിങ്ക് ഇയാളെ കൊല്ലാണെങ്കിൽ നാളെ എന്നും കൊല്ലാം. എനിക്ക് ഇവിടെയുള്ള പോയിന്റ് അത്രേ ഉള്ളൂ. ഇവർ ഈ പറഞ്ഞ നടന്നു ഇന്നിപ്പോ ലെറ്റ്സ് ഇപ്പൊ വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചത് ബോഡി ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അസോസിയേഷന്റെ ഭാഗത്തായതുകൊണ്ടല്ലേ വിളിച്ചത്. 2 ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം നടക്കുന്നതോ അല്ലെങ്കിൽ ബോഡി പോകുന്നതോ 10 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പോലും ഈ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതോറിറ്റീസിന്റെ അടുത്ത് പോയേനെ. അപ്പൊ പോസ്റ്റ്മോർട്ടം നാട്ടിൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് റിസൾട്ട് വന്നിട്ടാവാം പറച്ചിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നതാണ് ഇവിടെ ആ ഡൗട്ടിന്റെ കാരണം. ആഷിഖിനെ അടി കൊണ്ടത് ഇവരാരും കണ്ടിട്ടില്ല. ഞാൻ ഇവരിൽ മൊത്തം ഇവർ 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ ഞാൻ 6 പേരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ തല്ല് കിട്ടിയ കൂട്ടത്തിൽ മുതിർന്ന ആളെയാണ് ഞാൻ ഫസ്റ്റ് വിളിച്ചിരുന്നത്. ഫസ്റ്റ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ബ്രോ ഇതുപോലെ ഈസ്റ്ററിന് ശേഷം ഞങ്ങൾ വെള്ളടിപ്പാട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ആഷിഖിന് ഒരു ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ആഷിഖും വേറെ 2 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്, പുറകോട്ട് ഇറങ്ങുമ്പം ആഷിഖ് ഡോറ് തുറന്നു. അത് ഇക്വലൻസിന് വണ്ടി തട്ടി. അപ്പോൾ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ കാശ് ചോദിച്ചു. പിന്നെ പോലീസിനെ വിളിച്ചു. അങ്ങനെ അവർ ഈ വണ്ടി ഡ്രൈവർ പയ്യനെ വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ അതവിടെ കോംപ്രമൈസ് ചെയ്ത് വിട്ടിരുന്നു. അതിനുശേഷം പിന്നെ ഇവർ വൈകുന്നേരം ഒരെണ്ണം കൂടെ മേടിക്കാം, ഒരു കുപ്പിയും കൂടെ മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൊട്ടടുത്തുള്ള 24 പോയപ്പം അവിടെ ഈ യുക്രൈനിലെ കൂട്ടത്തിലുണ്ടായിരുന്ന അപ്പുറത്തെ ബ്ലോക്കിലെ വാർഡനും അവൻ്റെ ഗേൾ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാറിന് ഡ്രൈവർ പയ്യൻ, അതായത് അവൻ്റെ പേരിലാണ് ഇഷ്യൂ ഉണ്ടായത്, അവനെ നോക്കിയിട്ട് എന്തോ പറഞ്ഞു. അപ്പൊ ആഷിഖാണ് പറഞ്ഞത് അവിടെ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വീണ്ടും ഒരു വാക്തർക്കം ഉണ്ടാവുകയും അവിടുന്ന് പിന്നെ സാധനം മേടിച്ച് അവർ പിന്നെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അവിടെ ഒരു കൂട്ടമായിട്ടൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവരെ കണ്ടത് ഇവർ 3 പേരും ചെതറി ഓടിക്കോടാന്ന് പറഞ്ഞുകൊണ്ട്, കാരണം അവരുടെ അടുത്ത് വടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓടിക്കോടാന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടി നിന്നു. അതിനുള്ളിൽ ഈ പ്രായം മൂത്ത പുള്ളി തട്ടി തടഞ്ഞു വീണു. പുള്ളിനെ കിട്ടി, പുള്ളിക്ക് നല്ല അടി കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് നല്ല അടി കിട്ടി, തലയൊക്കെ പൊട്ടി പുള്ളി വന്നു. അപ്പൊ ഈ ഡ്രൈവർ പയ്യൻ ഫസ്റ്റ് വീട്ടിനുള്ളിൽ കയറി. അവൻ പോയിട്ട് അവിടെ പേടിച്ച് ഇരുന്നു. വീണ്ടും ആൾക്കാർ വരുമെന്നുള്ള പേടി ഉണ്ടായേക്കാം. അതിനുശേഷം അവൻ പറഞ്ഞ ആഷിഖ് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആഷിഖ് വന്നു, ഇവനെ കണ്ടൊന്നും പറഞ്ഞില്ല. അവൻ വന്നു, ഓക്കെ ഞാൻ കിടക്കുവാന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവന്റെ അടി കിട്ടി. അപ്പൊ ഇവനെ അടി കിട്ടിയവനെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലായിരുന്നു. അപ്പൊ ആഷിക്ക് പോയി ഡ്രസ്സ് മാറിപ്പോയി കിടന്നു. ഇവൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടാ കിടന്നതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു അവനോട്, ഇത് നീ ഒന്നും കൂടെ മേക്ക് ഷുവർ ചെയ്യാണ് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവർ ഫ്രണ്ട്സ് ആണ് പറഞ്ഞു ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനുള്ളിലും ആഫ്റ്റർ ഡിന്നറിന് ശേഷം കിടന്നുറങ്ങി പിറ്റേ ദിവസം മരിച്ചു എന്നുള്ളതാണ് ഇവർ റിപ്പോർട്ടിൽ എഴുതിയേക്കുന്നത്. അത് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ രണ്ടാമതുള്ള അന്നത്തെ ദിവസം രാത്രിയിൽ ഉണ്ടായിരുന്നത് 3-4 പേരാണ്. അപ്പം അവൻ കുളിച്ചിറങ്ങി വരുമ്പോഴാണ് ഇവര് വരുന്നതും. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. തലക്കടി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേറെ 2 പേര് റൂമിലേക്ക് വന്ന് വാണിംഗ് കൊടുത്തു പോയി. പറഞ്ഞത് ആഷിക്ക് വന്നു എനിക്കിട്ടും അടി കിട്ടി എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവന്റെ മുഖത്ത് പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരതിനെ കൺസിഡർ ചെയ്തില്ല. പകരം തിരക്കിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അവര് പറഞ്ഞത് ആഷിക്ക് വന്നു, ഡ്രസ്സ് മാറി, ഷൂ മാറി, എല്ലാം മാറി, അതായത് പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ആഷിക്ക് കയറി വന്നതും കിടന്നതും സംസാരിച്ചത്. 2ാമത് ആൾക്കാർ വന്നപ്പോഴും ആഷിക്ക് എണീറ്റ് വന്നിട്ട് എന്നെ ഒന്ന് ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അവനൊരു വാണിംഗ് കൊടുത്തിട്ട് അവർ സ്റ്റിക്ക് പോലുള്ള ഒരു വുഡൻ സ്റ്റിക്ക് പോലെ സംഭവം ആയിട്ടാണ് കയറി വന്നതും അവർ വാണിംഗ് കൊടുത്തതും. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ അത് തന്നെയാണ്. അപ്പം അതുവരെ ആഷിക്ക് ഹെൽത്തിയാണ് കാര്യങ്ങൾ. അവർ വീണ്ടും ഇറങ്ങിപ്പോയി. പിന്നെ ഇവര് പോയിട്ട് ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ഇവർ കാണുമ്പോൾ ആഷിക്ക് നല്ല കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡ് ചെരിഞ്ഞാണ് കിടന്നത്. അപ്പം അവൻ ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വായിന്ന് നുര പോലെ ഒരു സംഭവമായിരുന്നു കണ്ടു. ഇവര് വിളിച്ചു നോക്കി. അപ്പം അവന്റെ ജീവനുണ്ടായിരുന്നു. അവൻ കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കൂർക്കം വലിച്ചായിരിക്കും ചിലപ്പോൾ അടിച്ച അടിയുടെ ഇതിൽ ബ്രീത്തിങ്ങിന്റെ ഇതുകൊണ്ടായിരിക്കാം. കാരണം അവര് പറഞ്ഞിട്ടുണ്ട് ആഷിക്ക് അങ്ങനെ കൂർക്കം വലിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടിച്ച അടിയിൽ ബ്രീത്തിങ് ഇതാവുന്നോണ്ടുള്ള ബോഡിയുടെ ആ സൗണ്ട് ചേഞ്ചസ് ആയിരിക്കാം ചിലപ്പോൾ ബ്രീത്തിങ്. പിന്നെ അവര് അവിടെയുള്ള ഈ അടി പ്രശ്നം ഉണ്ടായവരെ തന്നെയാണ് ഇവര് വിളിച്ചത്. അവർ തന്നെയാണ് ആംബുലൻസിനെ വിളിച്ചതും പോലീസിനെ വിളിച്ചതും ഈ എല്ലാ കാര്യവും. ഈ യുക്രൈൻസ് തന്നെയാണ് ആംബുലൻസിനെ വിളിച്ചത്. അന്ന് പറഞ്ഞാല് ആഷിക്കിനോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള യുക്രൈൻസ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞിരുന്നു. ഈ ഫ്രണ്ട്സ് ഈ തല്ലുണ്ടാക്കിയവര് ആഷിഖുമായിട്ട് നല്ല കമ്പനിയാണ്.
ഓക്കെ. അപ്പൊ ഈ നല്ല കമ്പനി ഉള്ള ഒരാൾക്കാർ വന്നിട്ട് ആശിക്കിനെ, വേറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇവര് പറയുന്ന 3 പേരാണ്. ഇനി വേറെ മറ്റുള്ള ആൾക്കാരാണോ തല്ലിയെന്ന് ഇവർക്ക് അറിയത്തില്ല. അപ്പൊ ഇവര് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരാള് നോർമൽ ആയാലും കള്ളൂടിപ്പുറത്ത് അങ്ങനെ അറിയാലോ നമുക്ക് ഇവിടെയുള്ള ആണല്ലോ. ഈ യുക്രൈൻസിനോട് സംസാരിക്കുകയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു സൈഡിലോട്ട് ഇൻവെസ്റ്റിഗേഷൻ പോയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് അന്നുണ്ടായിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എംബസിക്ക് മെയിൽ അയച്ചിരുന്നല്ലോ, ആഷിഖിന്റെ ഫാദർ മെയിൽ അയച്ചിരുന്നു. എംബസിയിൽ നിന്ന് May 5th ആ സമയത്ത് ഒന്ന് അയച്ചിരിക്കുന്നത്. 10ാം തീയതി ആയപ്പോൾ റെസ്പോൺസ് ഇല്ല എന്നുള്ളത് കൊണ്ട് പുള്ളി വീണ്ടും എന്നെ വിളിച്ചു. ബിക്കോസ് ആ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ആയതുകൊണ്ട്. അപ്പൊ ഇതിലിപ്പം എനിക്കുമുള്ള റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എംബസിയെക്കാളും എന്തായാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്തത് ഇവിടുന്ന് പോയി ഇവിടുത്തെ ജേർണലിസ്റ്റുകളെ കണ്ട്, ഗസറ്റ വിഭാഗ ജേർണലിസ്റ്റിനെ കണ്ട് പുള്ളിയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. പുള്ളി ഈ സ്റ്റോറി ടേക്കപ്പ് ചെയ്ത്, അതും എസ്പെഷ്യലി ഇവിടുത്തെ ഒരു പ്രോസിക്യൂട്ടർ അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അതൊരു സെൻസേഷണൽ ന്യൂസ് ആണ്. അപ്പൊ പുള്ളി അത് ന്യൂസ് ആക്കിയപ്പോൾ അവിടെ പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്ന് കോളും ബാക്കി എല്ലായിടത്തും കോൾ വരാൻ തുടങ്ങി ബാക്കി സോഴ്സിനെ കുറിച്ച്. അപ്പൊ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ചന്തു ഒരു കാര്യം ചെയ്യണം, ഈ പറഞ്ഞ പിള്ളേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനെ ഞാൻ പിള്ളേരെ ചെന്ന് കണ്ടിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ പോയി സംസാരിക്കട്ടെ ആദ്യം, എന്നിട്ട് ഇവരെ കൊണ്ട് പോവാം. അവിടെ പോയപ്പോൾ ആ ട്രാൻസ്ലേറ്റർ അന്നില്ല. അപ്പം ഇവർക്കും എല്ലാവർക്കും വരാനുള്ള അവര് വന്ന് പറയാതിരിക്കാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ ഞങ്ങൾ വന്ന് പറയാൻ തന്നെയായിരുന്നു. ആഷിഖിന്റെ ഫാദറിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ അവർ വന്ന് പറയാൻ റെഡിയാണ്. എന്നാലും അവർക്കൊരു റിലക്റ്റൻസ് ഉണ്ടാവൂല. അതിപ്പോ അന്ന് പറഞ്ഞില്ല, പോലീസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഞാനത് ചെന്ന് സംസാരിച്ചപ്പോൾ അവിടുന്ന് പ്രോസിക്യൂട്ടറുടെ ഇമെയിൽ തന്നു. അവിടുന്ന് പ്രോസിക്യൂട്ടറോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എല്ലാ സ്റ്റേറ്റ്മെന്റ് വാങ്ങുക, എന്നിട്ട് അയച്ചു തരാം. അപ്പൊ ഞാനത് എന്റെ ഇമെയിലിൽ വാങ്ങി, അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചു പോളിഷില്. ഞാൻ ആഷിഖിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് പ്രോസിക്യൂട്ടർ അയക്കുന്നത്. എന്നിട്ട് June 9 ശരിക്കും അതിന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പോയി പറയുമ്പോൾ അത് ഞാൻ കേട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെ കൊണ്ട് എഴുതി വാങ്ങിച്ചത്. സോ ദാറ്റ് അവര് തന്നെ എഴുതി തരുമ്പോൾ അത് അവരുടെ അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനൊരു മെസ്സഞ്ചർ മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അത് അല്ലെങ്കിൽ നാളെ ഞാൻ ഒരു കാര്യം കേട്ടു, പിന്നെ ഞാനത് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ അത് ഒരു കാരണം ആവരുത്. ഇവര് കുറ്റം ചെയ്യാത്തവരാണെങ്കിലും കുറ്റം ചെയ്തവരാണെങ്കിലും 2 രീതിയിലാണെങ്കിൽ പോലും ഒരാൾ പറയുന്ന വാക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അതുകൊണ്ടാണ് അവര് പറഞ്ഞ പോലെ തന്നെ കൊണ്ടു കൊടുത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ ഏജിലുള്ള ഏറ്റവും ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഫുൾ കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പോൾ ഓബ്വിയസ്ലി സംശയം ആദ്യം പോകുന്നത് ഈ പിള്ളേരുടെ പേരിലായിരിക്കും. 2 കാരണങ്ങൾ. ഒന്ന്, അവരന്നത് മറച്ചു വെച്ചു. അത് മറച്ചു വെക്കാനുള്ള കാരണങ്ങൾ അവരുടെ ഉണ്ടാവാം. അപ്പൊ അതും നമുക്ക് ഡൗട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് തിങ്, ഇപ്പോഴും അത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഈസി ആണല്ലോ, ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്താൻ ഈസിയാണ്. ഒരു കാര്യം അവർക്ക് ഫോർച്ചുനേറ്റ്ലി അവരുടെ സൈഡ് ഫോർച്യൂൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലല്ല ഇത് വിചാരണ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേസ് നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരാളെ കുറ്റക്കാരനാക്കാനും ആക്കാതിരിക്കാനും ഇവിടെ പറ്റില്ല. അത് നാട്ടിലാണെങ്കിൽ ഓബ്വിയസ്ലി ആ ചാപ്പ കുത്തി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതിൽ കുറെ ആൾക്കാർ ഈ പറയുന്ന പോലെ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് എന്തായാലും ഉണ്ടാവില്ല. പ്രോസിക്യൂട്ടറോട് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് പറയാനുള്ള കഴിവൊന്നും അവർക്കില്ല. പക്ഷെ അവര് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, അതായത് ഇപ്പൊ ഈ അതിലും ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആള്, ഇപ്പൊ റൂംമേറ്റ്സ് ആണ്, റൂംമേറ്റ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് അവർ മുഖവരക്ക് എടുക്കുക പോലീസുകാർ വരുന്ന സമയത്ത്. അപ്പൊ ഇവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവൻ പാർട്ടി കഴിഞ്ഞ് വന്നു, ആൻഡ് ഈ ആൽക്കഹോൾ ഉണ്ടായിരുന്നു, ഇവരൊക്കെ കഴിച്ചിരുന്നു, രാവിലെ നീച്ചില്ല എന്ന് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ പ്രോസിക്യൂട്ടർ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം. എന്നാലും അത് തെറ്റാണ്. ഡിസിഷൻ എടുക്കാൻ മുതൽ ഇല്ല പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി അയച്ചോളൂ എന്ന് ആരും പറയാറില്ല. ഇതുവരെ നടന്ന ഇവിടുന്ന് പോയ എല്ലാ ബോഡീസും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഈവൻ കേസ് ഓഫ് ക്ലിയർ സൂയിസൈഡ്, തൂങ്ങി നിൽക്കുന്ന ഒരു ബോഡി ആക്കി സൂയിസൈഡ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അവരിത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാണ് അയച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ഈ ഒരു കേസിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്നുള്ളത് ഇപ്പോഴും മിസ്റ്ററിയാണ്. 5-6 പേരെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആഷിക്കിന് എന്ത് നടന്നു എന്നുള്ളത് അറിയണം. കൂടാതെ അത് ജസ്റ്റിസ് കിട്ടണം. മരിച്ചു പോയി കഴിഞ്ഞു എല്ലാം തീർന്നുണ്ടെങ്കിലും അതെന്താന്നുള്ള മിസ്റ്ററി നിൽക്കുകയാണ്. 23 വയസ്സായ പയ്യൻ. അത് ശരിക്കും ആഷിക്കിന്റെ ഫാദറിന് മാത്രമല്ല, ഇപ്പൊ നല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് അറിഞ്ഞേ പറ്റും. ബിക്കോസ് നാളെ എന്തൊക്കെ നടക്കും. ഇതിന് മുന്നേ എത്രയോ മരണങ്ങൾ നടന്നു. ആ മരണങ്ങൾ നടന്ന സമയത്തൊക്കെ ക്ലിയർ ആയിട്ട് പാറ്റേൺ ഉണ്ടായിരുന്നു. കൊന്നാളുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ച ഇൻസിഡന്റ് കണ്ട ആൾക്കാരുണ്ട്, ആക്സിഡന്റ് ആണെങ്കിലുണ്ട്, ആൻഡ് അതിലെല്ലാത്തിലും പോസ്റ്റ്മോർട്ടം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാര്യം ഇത് മാത്രമാണ്. സോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അതിന് ആ എൻഡ് വരെ പോകാൻ പറ്റുന്നിടത്തോളം അത് പോകാനാണ്.
ഞാൻ ആഷിഖിന്റെ ഫാദറായിട്ട് സംസാരിച്ചപ്പം അപ്പൊ ഇതിനുള്ളിൽ പുള്ളി ഫൈൻഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുള്ളി അന്ന് ഇവൻ ഇട്ടിരുന്നു എന്ന് പറഞ്ഞ ടീഷർട്ട് പുള്ളി കണ്ടില്ല. അത് പുള്ളിയിലൊരു ഇതുണ്ടാക്കി, ഒരു സംശയം ഉണ്ടാക്കി. പിന്നെ പുള്ളിക്ക് പോസ്റ്റ് പറയുന്നുണ്ട് സ്ലോ ഡെത്ത് ആണ്, സ്ലീപ്പിങ്ങിനുള്ള ഡെത്ത് ആണ്. ഒരു പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ ഉണ്ടാവുമായിരുന്നു എന്നാണ് പുള്ളി. ഞങ്ങൾക്ക് ഇവരാരെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ, ഇവർക്ക് ഇത് അറിയാമായിരുന്നെങ്കിൽ ഇവരെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പറയുന്നത്. അല്ല, അവര് സഹകരിക്കാതിരുന്നിട്ടുള്ളതല്ല ഈ പറഞ്ഞ ഇതിലിപ്പം അവര് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് തന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോസിക്യൂട്ടർ പോയത്. അതുകൊണ്ടാണ് അത് റീസ്റ്റാർട്ട് ചെയ്തത് കേസ്. പക്ഷെ അവർക്ക് ആ പറഞ്ഞ പോലെ ആ നടന്ന ടൈം മുതൽ ഈ ഒരു ഗ്യാപ്പ്, അവരത് പറയാതെ വെച്ചിരുന്ന ഗ്യാപ്പ്, അതാണ് ഇപ്പൊ ഇതിലൊരു മിസ്റ്ററി ആയിട്ട് കിടക്കുന്നത്. ഇപ്പോഴും ആ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ അത് ചെയ്ത പ്രിപ്പറേറ്റർ ആയിട്ട് ചെയ്ത ആൾക്കാർ അവിടെ രക്ഷപ്പെട്ടു പോയി കാണാം. ഉക്രൈൻസ് ആണെങ്കിലും അവരെ രക്ഷപ്പെട്ടു പോയി കാണാം. അവരത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്നേനെ, പോലീസുകാരെ ശ്രദ്ധിച്ചേനെ. അവിടെയൊക്കെയാണ് ഇഷ്യൂ ഉള്ളത്. അല്ലാണ്ട് ഇപ്പൊ ഇവരാണ് ചെയ്തതെന്ന് ആരും പറയുന്നൊന്നുമില്ല. പക്ഷെ ഇവർ ഈ പറയുന്ന യുക്രൈനീസ് അവരെവിടെയും പോയിട്ടില്ലല്ലോ, അവർ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ കൂടിയിട്ടും അവർ എസ്കേപ്പ് ആവാൻ നോക്കും. കാരണം അവർക്ക് ഇവിടെ ഭയങ്കര ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അവരെ ഡീപ്പോർട്ട് ചെയ്യുകയും, കാരണം ഡെത്ത് നടന്നല്ലോ. കാരണം ഇവരാണ് കാരണക്കാരെങ്കിൽ ഇവർ അപ്പം തന്നെ എസ്കേപ്പ് ആവാൻ നോക്കിയേനെ. പിന്നെ രണ്ടാമതുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യത്തിൽ ആഷിഖിന് അടി കിട്ടി ഒരു 10 മിനിറ്റ്സിനുള്ളിൽ, അത് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ആഷിഖ് തിരിച്ചു വരികയും വന്ന് അവരോട് വർത്താനം പറയുകയും വന്ന് കിടക്കുകയാണ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോൾ ഡോക്ടർ പറയുന്ന അടിച്ച അടിയിൽ ബോധം പോയിട്ടുണ്ടാവണം എന്നാണ്. പക്ഷെ അത് ശരിക്കും പറയാൻ പറ്റത്തില്ല. കാരണം നല്ല മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പം ഉറക്കത്തിലായിരിക്കാം മരണം സംഭവിച്ചത്. ആഷിഖിന്റെ ഫാദറിനെ ലാസ്റ്റ് വീക്ക് ഒന്ന് കണ്ടിട്ടുണ്ട്. ആഷിഖിന്റെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോയ സമയത്ത് എത്രയൊക്കെ ആണെങ്കിലും ആഷിഖിന്റെ ഫാദറിന് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പലരും ചിന്തിക്കാൻ പോലും പറ്റാത്ത പലതും പുള്ളി അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അതില് പുള്ളിക്കൊരു വിഷമം വേറെ ഉള്ളത്, ഇത്രയും കൂടെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിട്ട് അവരെന്തുകൊണ്ട് ഇനീഷ്യേറ്റീവ് എടുത്തില്ല എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു തോട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ ചോദിക്കുന്നത്. മൂന്നാമത് തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മൾ മാറിയിരിക്കുമ്പോഴും നമ്മളും ചോദിക്കുന്നത്, നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം അത് തന്നെയാണല്ലോ. എന്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു? കേസിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഇനിയിപ്പോ ബാക്കി ഇതിന്റെ മുമ്പിലേക്കുള്ള എങ്ങനെയായിരിക്കും? എന്തായാലും ഇപ്പൊ ഈ 7 പേരെ ആയാലും പ്ലസ് അവര് പറഞ്ഞ ആ ഇതിലുള്ള പിക്ചറിലുള്ള ആൾക്കാരെ ഇവര് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കും. പക്ഷെ പ്രൊവൈഡഡ് ഇവരുടെ കയ്യിൽ ഓൾറെഡി ആൻസേഴ്സ് ഉണ്ടാവും അവർ പറയുന്നതിന് മുന്നേ. അത് ബേസ് ആയിട്ട് അത് ചെയ്യുക. പിന്നെ കൂടാതെ CCTV ആക്സസും കാര്യം എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഹിസ്റ്ററി അവർ എടുത്തിട്ടേ അവർ ചെയ്യുള്ളൂ. അത് നമ്മളത് കഴിഞ്ഞിട്ട് അറിയാനും പറ്റുള്ളൂ. ആക്ച്വലി നമ്മൾ ഇതിനുള്ളിൽ ഈ പിള്ളേരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പറയുന്നത്. നമുക്ക് ഇതിനുള്ളിൽ ഇവരാരെയും നമ്മൾ ജഡ്ജല്ല ചെയ്യുന്നത്. അത് ഇതിനുള്ള ആൻസർ, ഇതിനുള്ള ശരിയായ ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ പോലീസാണ്. അവരാണ് അന്വേഷിച്ചിട്ട് ഇതിനുള്ള യഥാർത്ഥ റീസൺ, ഇതിന് എന്താണ് മിസ്റ്റേക്ക് കാണിച്ചേക്കുന്നുള്ള എല്ലാ കാര്യവും പറയേണ്ടവരാണ്. അതിൽ മനസ്സിലാക്കിയത്തോളം കാര്യം ഇത് തന്നെയാണ്. ആ ഒരു ഇനീഷ്യൽ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇതിവിടെ എത്തി നിൽക്കുന്നത്. അത് ഇനീഷ്യൽ കൺഫ്യൂഷൻ ഈ പിള്ളേര് പറഞ്ഞു എന്നുള്ളതല്ല, അത് സെക്കൻഡറി ആണ്. ഇനീഷ്യൽ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം വേണ്ടാന്ന് വെച്ചു, അതൊരു ഫസ്റ്റ് ക്രൂഷ്യൽ പോയിന്റ്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇവിടെ തന്നെ അറിയാണ് എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആയാലും. അതില്ല. രണ്ട്, അങ്ങനെ ചെയ്യാതെ അത് ചെയ്യാത്തൊരു ബോഡി NOC കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ എംബസി അയക്കുകയും ചെയ്തു. അത് എന്തുകൊണ്ട് എന്നുള്ളത് എംബസി തന്നെ ആൻസർ ചെയ്യും. പിന്നെ വേറൊന്നുള്ളത്, എംബസിക്ക് ഇമെയിൽ അയച്ചു, എംബസിക്ക് ഒരു തിരിച്ച് റെസ്പോണ്ട് ഫാദർ അയച്ച മെയിലിന് റെസ്പോണ്ട് ചെയ്യായിരുന്നു. അത് പക്ഷെ അത് എപ്പോഴും ഓക്കെ, എന്തുകൊണ്ട് എംബസി റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പല സ്ഥലത്തും ചോദിക്കുന്നത്. അതിനും കാരണങ്ങളുണ്ട്. ഇപ്പൊ എന്നോട് വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ അസോസിയേഷൻ ആണ്, അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് പോവുകയാണെങ്കിലും എനിക്ക് വേറെ 10 ആൾക്കാർ ചോദിക്കാനില്ല. ഞാനത് ചെയ്തോട്ടെ എന്നുള്ളത് എനിക്ക് പോകാൻ ചെയ്യാം ആസ് എൻ ഇൻഡിവിജ്വൽ. എംബസി എന്ന് പറയുന്നത് അവർക്ക് മുകളിൽ കുറെ ആൾക്കാരുണ്ടാവും. സോ അപ്പൊ ഇങ്ങനെ ഇൻസിഡന്റ് അവർ അറിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എടുക്കണം എന്നുള്ളത് മുകളിൽ ഉത്തരവ് വരണമായിരിക്കാം. പക്ഷെ അതിലൊരു കാര്യമുണ്ട് ചന്ദ്രചേട്ടാ, ഈ ഇപ്പം ആഷിഖിന്റെ ഫാദർ മെയ് 5-നാണ് മെയിൽ അയച്ചത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ക്യാമ്പയിൻ ആയി ഇത്ര ആക്റ്റീവ് വന്നതിന് ശേഷമാണ് എംബസി റിയാക്ട് ചെയ്തത്. ജൂൺ 10 എംബസിയുടെ റിപ്ലൈ വരുന്നത്. ജൂൺ 20 1.5 മാസം കഴിഞ്ഞിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ചെറിയ നമ്മൾ സാധാരണ ഒരു എൻക്വയറി വെറുതെ ഇമെയിൽ അയച്ചിട്ട് ചോദിക്കുന്നതല്ലേ, കുറച്ച് ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടാണ് അത് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാത്തത് അത് വീഴ്ച വേറെ. അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ പിള്ളേർ ഈ സ്റ്റേറ്റ്മെന്റും ആദ്യം പറഞ്ഞതും മാറ്റി പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരിക്കലും ഒരാൾക്ക് സ്റ്റേറ്റ്മെന്റ് മാറ്റാൻ പറ്റില്ല എന്നല്ല, ഈ പറഞ്ഞ പോലെ ഭയം എന്നൊരു ഫാക്ടർ ഉണ്ടായിട്ടുണ്ടാവാം. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ആ നേരത്ത് അവർ നിൽക്കുന്ന സ്ഥലത്ത് ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, ഉക്രൈൻസ് ഉണ്ട്, വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് വല്ല സംഭവിച്ചാൽ ഭയം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. പിന്നെ അത് കൂടാതെ അവർക്ക് അറിഞ്ഞ കാര്യങ്ങൾ, ബോഡി നടന്നു അന്ന് അവർ ഓക്കെ,
ആ സമയത്തെ ഭയത്തിൽ അവർ പറഞ്ഞില്ല. അത് കഴിഞ്ഞുള്ള 12 ദിവസത്തിനുള്ളിൽ അവർക്ക് ഫാദറിനോട് പറയായിരുന്നു, കൺഫസ് ചെയ്യായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ. അത് വന്നിട്ട് പിന്നെ ഒരു കഥ പറയുന്ന സമയത്താണ് നമുക്ക് തോന്നുന്നത്, അവർ ആദ്യം പറഞ്ഞത് നുണയല്ലേ എന്ന്. അത് ശരിക്കും നുണയാവണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ഫിയർ ഫാക്ടറിലായിരിക്കാം അവരൊന്നും ഉണ്ടായിരുന്നുണ്ടാവും. ലിറ്ററലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് പലതും കണക്റ്റഡ് ആയിപ്പോയി. ചിലപ്പോൾ അവരുടെ ആദ്യത്തെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതിന്റെ പേരിൽ പോലീസുകാർ റിപ്പോർട്ട് എഴുതി. സോ യു ടോൾഡ് ലൈ ടു ദ കോപ്സ്. ഇവിടെ ഈ ഒരു അറിയുന്ന കാര്യം കൺസീൽ ചെയ്ത് വെക്കുന്നത് വലിയൊരു ക്രൈമാണ്. അത് അവർക്ക് അറിയണമെന്നില്ല. പക്ഷെ ഇപ്പം അവരുടെ ഭാഗത്ത് ഒരു പ്രശ്നവും ഇല്ല, അവരൊന്നും ചെയ്തിട്ടില്ല, അവർ ഉദ്ദേശിച്ച് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയല്ല. എന്നാൽ പോലും അവർ ആ മറച്ചു വെച്ചത് കൊണ്ട് അവര് പോലും അറിയാതെ അവരുടെ സസ്പിഷൻസിലേക്ക് വരികയാണ്. അത് അവർ ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ വഴി തെറ്റിച്ചു എന്നുള്ള പേരിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരികയാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ വരികയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്തായാലും സത്യം പുറത്തു വരട്ടെ, അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്. 2024 ഏപ്രിൽ 1 അല്ലെങ്കിൽ 2021 മാർച്ച് 30-31 രാത്രിയിൽ എന്താണ് ആഷിഖിന് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു വലിയ പസിലായിട്ട് ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതെങ്ങനെ സോൾവ് ചെയ്യും, എന്താണ് ആഷിഖിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും, ഈ ഒരു ക്യാമ്പയിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടി ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ റൈസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒന്ന് എന്തുകൊണ്ട് അന്ന് ഇവിടെ ഒരു പോസ്റ്റ്മോർട്ടം നടന്നില്ല, രണ്ടാമത് എംബസി എന്തുകൊണ്ട് ഒരു NOC കൊടുത്തു, ഇവിടെ ഒരു അൺനാഷണൽ ഡെത്ത് നടന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആ ബോഡി നാട്ടിലേക്ക് അയക്കാനുള്ള NOC എങ്ങനെ എംബസിയുടെ ഭാഗത്ത് നിന്ന് കിട്ടി, അതുപോലെ പിന്നെ വരുന്ന ഡിലേസ്. ഇപ്പം ആഷിഖിന്റെ അച്ഛൻ മെയ് 5 ഒരു ഇമെയിൽ അയച്ചിട്ട് ജൂൺ 20 എംബസിയുടെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വരുന്നത്. എന്തുകൊണ്ട് അത്രയും വലിയൊരു ഗ്യാപ്പ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വിഷയത്തിൽ വന്നു. അതുപോലെ പിന്നെ ഈ ആഷിഖിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റും പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞിട്ടും വന്ന സ്റ്റേറ്റ്മെന്റ്, അവർ പിന്നെ അത് പറയുന്ന വേർഷൻസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇവർ തന്നെ പറയുന്ന പല സ്റ്റേറ്റ്മെന്റും മിസ്മാച്ച് ആവുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കും. ഇന്നിപ്പോ ആക്ച്വലി ഈ പറഞ്ഞ 7 ആൾക്കാർക്ക് എല്ലാവരെക്കാൾ കൂടുതൽ ഇപ്പൊ ഇതിന് സത്യാവസ്ഥ പുറത്തു വരേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ്. അതന്നെ. ഇപ്പൊ അവര് നിരപരാധികളാണെങ്കിൽ അത് ഇപ്പം ലോകം ഇപ്പൊ ഒരു സെൻസിൽ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ എല്ലാവരും ഇപ്പം ഈസി ആയിട്ടും അവരെയാണ് കുറ്റക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് ഇപ്പൊ അവര് നിരപരാധികളാണെന്ന് തെളിയിക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്വമാണ്, ആവശ്യമാണ്. അപ്പൊ എന്തായാലും ജസ്റ്റിസ് ഫോർ ആഷിഖിന്റെ ഫാദറിന്റെ ഒരു ക്യാമ്പയിന്, അതായത് മകന്റെ വിയോഗത്തിന് ഒരു ആൻസർ കിട്ടണം എന്നുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം സക്സസ്ഫുൾ ആവട്ടെ. അതിന് നമുക്ക് കഴിയാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ ഇവിടെ നിന്നാലും നമ്മൾ അസോസിയേഷന്റെ സൈഡുകളിൽ നിന്നും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഈ പിള്ളേരും കുറച്ചും കൂടെ നാടിന്റെ ആവശ്യമാണ്, നാളെ നമുക്കും ഇതൊരു അവസ്ഥ എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. ഇപ്പൊ നാളെ നമ്മളായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കടന്നു പോകുന്നത്. അപ്പം ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാണ്ടിരിക്കട്ടെ, ഇവിടെ നല്ല ലോകത്ത് എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാനുള്ള കാര്യങ്ങളും കൂടി കൂടെ നടക്കുക. അതെ. അപ്പം ചന്ദ്രചേട്ടൻ ഒരുപാട് നന്ദി, ചന്ദ്രചേട്ടന്റെ ടൈമിനും നിങ്ങൾക്കും ഇതിന്റെ പുറകെ നടക്കുന്ന എല്ലാവർക്കും. അതായത് ആ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു റെസ്പെക്റ്റീവ്ലി എല്ലാവർക്കും അതിന്റെ ഒരു ഇതാണ്. നന്ദി. നിങ്ങൾക്കും നന്ദി ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളത് വെറുതെ ഒരു വാർത്ത പുറത്തു വിടുന്നേക്കാൾ നല്ലത് അവർ ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ടൈം എടുത്തിട്ടായാലും ഓരോരുത്തരെ വിളിച്ച് സംസാരിച്ച് അവരുടെ കമൻറ്റുകളും അവർ കൊടുത്ത മെയിൽ സ്റ്റേറ്റ്മെൻറ്റും സെയിം ആണെന്ന് നോക്കി നമ്മൾ കമ്പയർ ചെയ്ത് ഞങ്ങൾക്കും ഒരു ഡൗട്ട്, ഇതെങ്ങനെയായിരിക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മളെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവാക്കാം. അത് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസാണ്, നിയമവ്യവസ്ഥയാണ്. അതെല്ലാം നമ്മളല്ല അതിനുള്ളൊരു വിധി എഴുതേണ്ടത്. അപ്പം തീർച്ചയായും നമുക്ക് ഈ ഒരു വിഷയത്തിൽ നമ്മുടേതായ ഒരു ഇൻപുട്ട് നൽകാൻ പറ്റിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ് us.